ടീച്ചറെ എൻ്റെ പിള്ളേരൊന്നും സ്കൂളിൽ പോയിട്ടില്ല, പക്ഷെ അവർക്ക് ഇച്ചിരി കൂട്ടുകാരും പഠിക്കണമെന്നൊക്കെ ഒരു മോഹമുണ്ട്, എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. ഷോ എൻ്റെ ബിജി, ഇവർക്ക് എഴുത്തും വായനയൊക്കെ അറിയുമെന്ന് ചോദിച്ചു. ഞാൻ പിന്നെ അവർക്ക് ഒന്നും അറിയില്ല, അവർക്ക് കൃഷി അറിയാം, പിന്നെ അവർക്ക് പല പല കളികളറിയാം, ഇതൊക്കെയുള്ളൂ, എല്ലാ കഷ്ടിപുഷ്ടിയൊക്കെ വായിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ പറഞ്ഞു, താനെന്നാ ഒരു കാര്യം ചെയ്യും, എനിക്ക് ഇച്ചിരി വിശ്വാസമൊക്കെ ബിജിയിലുണ്ട്, എങ്ങനെയെങ്കിലും ജയിപ്പിച്ചെടുക്കണം കേട്ടോ എന്ന്. ഞാൻ അത് ഞാൻ ജയിപ്പിച്ചെടുത്തോളാം. അങ്ങനെ ഒരാളെ 9ൻ്റെ അവസാനം എന്നുള്ള നിലയ്ക്ക്, ഒരാളെ 8ൻ്റെ അവസാന നിലയ്ക്ക് ഇങ്ങനെ അങ്ങ് ചേർത്തു. അപ്പം അത് ക്ലാസ് പ്രായം നോക്കി അങ്ങ് കയറ്റി. അപ്പോൾ കയറ്റി കഴിഞ്ഞപ്പോഴത്തേക്കിന് ടീച്ചർ പറഞ്ഞു, ഇനിയിപ്പോൾ ബിജിക്കാണ് ഉത്തരവാദിത്വം മുഴുവൻ. ഇല്ല, എനിക്ക് നാണക്കേടാവും, എൻ്റെ സ്വന്തം ഡിസിഷനാണ്, ഡിഒ എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഇതെല്ലാം എൽസമ്മ ടീച്ചറിൻ്റെ ഉത്തരവാദിത്വമാണെന്ന് പറഞ്ഞു. അങ്ങനെ ഇവള് സ്കൂളിൽ പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കിന് ഞാൻ ശരിക്കും എൻ്റെ ഒരു മോളെ നൈനെ ഞാൻ സ്കൂളിൽ വിടണ്ടെന്ന് വെച്ചു. കാര്യം എന്നാന്ന് പറഞ്ഞാൽ ഇവൾ ഒരിക്കലും പഠനത്തെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ വേറൊരുത്തെയാണ് എപ്പോഴും പഠിക്കുന്ന കാര്യമാണ് പറഞ്ഞത്. അപ്പം ഞാൻ അവളെ ഇവളെ വിടണ്ടെന്ന് വെച്ചു. അപ്പം അവൾ ഒരു ദിവസം ഒരു മറയിൽ നിന്ന് കഥകിൻ്റെ ഇടയിൽ നിന്നാണ് ചോദിക്കുന്നത്, എന്നെ സ്കൂളിൽ വിടുമോ എന്ന് ചോദിച്ചു. അത് നിനക്ക് പോകണോ, എന്നാൽ പോയിക്കോ എന്ന്. അങ്ങനെ 15 വയസ്സിൽ ആദ്യം സ്കൂളിൽ പോയി. ഒരാൾ 13 വയസ്സിലും സ്കൂളിൽ പോയി.